കരയാതെ കണ്ണുറങ്ങ് ആതിര കുഞ്ഞുറങ്ങ്, മാറോടു ചേർന്നുറങ്ങ് താമരത്തേനുറങ്ങ്. കരയാതെ കണ്ണുറങ്ങ് ആതിര കുഞ്ഞുറങ്ങ്. മഴവിൽ കൂടിയാലി പാവാടയേകിടാം, പൊന്നായ പൊന്നു കൊണ്ടു മൂടാം. മഴവിൽ കൂടിയാലി പാവാടയേകിടാം, പൊന്നായ പൊന്നു കരയാതെ കണ്ണുറങ്ങ് ആതിര കുഞ്ഞുറങ്ങ്, മാറോടു ചേർന്നുറങ്ങ് താമരത്തേനുറങ്ങ്.
അമ്മയാ എന്താ? നല്ല നല്ല പാട്ട്, നല്ല റൗണ്ട്, നല്ല സമയത്ത്. എന്താ തോന്നുന്നത് നിനക്കിപ്പോ? ആ ഒരു പാട്ടെടുക്കാനുള്ള ഒരു ധൈര്യം അതെവിടുന്ന് വന്നു? അച്ഛനീന്ന് വന്നു. അച്ഛനീന്ന് വന്നു. ഓക്കെ, ചന്ദ്രനിൽ നിന്ന് വന്നു എന്നൊക്കെ പറയും. അച്ഛനീന്ന് വന്നു. ആ എന്തായാലും ഒരു പാട്ട് പാടാനല്ലോ. അതെ. അപ്പൊ എടുത്ത പാട്ട് ഞാൻ ആദ്യം ഓർത്തില്ല ശരത് സാറിന്റെ പാട്ടാന്ന്. പിന്നെ ആ പാട്ട് എടുത്ത് കൈ കിട്ടി കഴിഞ്ഞപ്പോഴാണ് അമ്മേ ഇതെടുക്കണ്ടായിരുന്നു. പിന്നെയാണ് ശരത് സാറിന്റെ പാട്ടെന്ന് അറിവ് വന്നേ. പിന്നെ പഠിച്ചു, ഗ്രൂമേഴ്സ് ഹെൽപ്പ് ചെയ്ത് ഇംപ്രവൈസേഷൻ ചെയ്തു. അതിൽ ഇംപ്രവൈസ് ചെയ്തോണ്ടിരിക്കുമ്പോ നിനക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നോ? എന്താവും, ഞാൻ സാറിന്റെ മുമ്പിലല്ലേ പാടാൻ പോകുന്നത്? അതുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും സാറിനോട് തന്നെ ആദ്യം ചോദിക്കാം. ശരത് സാർ, യെസ് സാർ. എങ്ങനെയുണ്ട് കുട്ടി? ഇംപ്രവൈസ് ചെയ്ത് നന്നാക്കിയോ അതോ കുളമാക്കിയോ? മോളെ, എന്താ സാർ? എന്തൊക്കെയായാലും എന്റെ പാട്ടെടുത്തോണ്ട് വന്ന് പാടിയതിൽ കുറേ സന്തോഷമാണ്. ആ ധൈര്യം. അല്ല, ധൈര്യമല്ല, അതൊരു സന്തോഷം. ഒരു ആസ് എ കമ്പോസർ, ഇപ്പം ഷാനാണെങ്കിലും ഷാൻ്റെ ഒരു പാട്ട് കൊണ്ടുവരുമ്പോൾ അതൊരു സന്തോഷമല്ലേ ആ കമ്പോസറിന്. നമ്മുടെ ചെയ്ത ഒരു പാട്ട്, അപ്പോൾ അത് ആ ഒരു പാട്ടിൻ്റെ പുറകിലുള്ള ഓർമ്മകൾ അത് കുറേ, അത് ഞാനതൊക്കെ മോളിത് പാടി തുടങ്ങുമ്പോൾ ഞാനിതൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നത്. ഇത് സിബി മലയിൽ സംവിധാനം ചെയ്ത സാഗരൻ സാക്ഷി എന്ന മമ്മൂക്ക അഭിനയിച്ച ഫിലിമിലെ പാട്ടാണ്. അപ്പോൾ ഇത് റെക്കോർഡ് ചെയ്ത സമയവും ചിത്ര ചേച്ചി പാടാൻ വന്നിട്ട് ഇമോഷണലായിട്ടിരുന്ന് സിബി ചേട്ടൻ പറയുകയും ചെയ്ത് കുറച്ച് കഴിയിട്ട ശരത്തെ പിന്നെ എടുക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ഓർത്തു. AVMG തിയേറ്ററിൽ അങ്ങനെ കുറേ ഓർമ്മകൾ. മോളെ നന്നായിട്ട് പാടി. താങ്ക് യു സാർ. ഇത് ആരൊക്കെയാണ് ബാക്കിയുള്ളതൊക്കെ മോള് പറയുമോ? എനിക്കറിയാം. ലിറിസിസ്റ്റ് കൈതപ്രം തിരുമേനി, പിന്നെ സിനിമ സാഗരൻ സാക്ഷി, പിന്നെ പാടിയിരിക്കുന്ന ചിത്രമ്മ. ദാസേട്ടനും പാട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ചിത്ര ചേച്ചി പാടിയല്ലേ മോള് പാടിയത്? നൈസ്, നന്നായിട്ട് പാടിയടാ. അങ്ങനെ അതിനകത്ത് ഒരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ മോള് ഈ പല്ലവിയുടെ സെക്കൻഡ് ഹാഫൊക്കെ അങ്ങനെ ബലപ്പെടുത്തി പാടണ്ട, അത് കുറച്ചും കൂടെ സമാധാനമായിട്ട്. കാര്യം ഇതൊരു താരാട്ടല്ലേ അല്ലേ? അപ്പം അതിന് ആ ഒരു കുറച്ചും കൂടെ ഒരു അത് ആ മൂന്നാമത്തെ നാലാമത്തെ ലൈനൊന്ന് പാടാമോ മോളെ? കൈവളരാനേരം പദമായിരം വേണം, മെയ്വളരാനേരം കണ്ണായിരം. ആ മോളെ, മെയ് വളരാൻ നേരം അത്ര ഓടണ്ട, ഒന്ന് പാടിക്കേ. മെയ്വളരാനേരം കണ്ണായിരം വേണം. അത് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിരുന്നു മോള് മുമ്പേ പാടിപ്പോ. ഓർക്കസ്ട്ര എല്ലാം കൂടെ വന്നപ്പോൾ നല്ല സുഖമായിരുന്നു കേൾക്കാൻ കേട്ടോ. പിന്നെ എനിക്ക് ആ പാവാട അത്ര ഇഷ്ടപ്പെട്ടില്ല. അതൊന്ന് പാടാമോ? മഴവിൽ കോടിയാലേ. മഴവിൽ കോടിയാലേ. അതെന്താ കേക്കാത്തത്? കോടിയാലേ കോടിയാലേ പാവാട 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 കിടാം പൊന്നായ പൊന്നു കൊണ്ടു മൂടാ. മൈക്ക് അതുമല്ല. അടുത്ത പാവാട വേറെന്തോ പാടിയില്ലേ നമ്മൾ? അതൊന്ന് പാടാമോ? മഴവിൽ കോടിയാലേ. മഴവിൽ കോടിയാലേ പാവാടയെ കിടാം. ഗുഡ് 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 ഗുഡ്. അതുപോലെ മോളെ ലാസ്റ്റ് പാൽക്കനവിൽ നീരാ. മോളെ നീരാടാ ദാരീരീരാ. അതാണ് കേട്ടോ, ഗായല്ല, രീയാണ് കേട്ടോ. നീരാടാ നീരാടാ നീരാടാ. അത്ര അങ്ങനെയൊക്കെ ആ ഓസിലേഷൻ കുറച്ച് മതി. അത്രേ ഉള്ളു. ഇന്നത് പാടാമോ? നീരാടാ നീരാടാ
അത്രേ ഉള്ളൂ അത് കറക്റ്റ് ചെയ്തോണ്ടാ മതി മോളെ. ഇനി എനിക്ക് ആ ഇംപ്രവൈസേഷൻ ഒന്ന് കേൾക്കണം. ഞാൻ ആകെ ഇവിടുന്ന് ഇച്ചിരി പൊങ്ങി സീറ്റിൽ നിന്ന് മോള് കണ്ടായിരുന്നോ? ഒരു ധ്യാന നിലയിലെത്തി ഞാൻ. യോഗ സിദ്ധിയൊക്കെ സിദ്ധിച്ച യോഗികളൊക്കെ ഹഠയോഗി അവരൊക്കെ ഇങ്ങനെ മേളിലിരിക്കുന്ന കണ്ടില്ലേ മോള്? വായുവില് കണ്ടിട്ടില്ലേ? കാണണം. പാടുമ്പോ ഇപ്പൊ കാണാം. ചുമ്മാ കള്ളി. ഒന്ന് പാടിക്കാൻ മോളെ. കാര്യം മോടെ എഫർട്ടിനെ ഞാൻ സമ്മതിക്കുന്നു കേട്ടോ. അത് ആദ്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ കമ്പോസ് ചെയ്തതാണോ എന്നുള്ളതല്ല, വേറൊരു പാട്ടാണ് ഞാൻ കേട്ടത്. പക്ഷെ എങ്കിലും മോൾ അതിന് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. എനിക്കതിന് ഐ റിയലി അപ്രീഷിയേറ്റ് യു കേട്ടോ. അത് നമ്മൾ എഫർട്ടിനെ നമ്മൾ മാനിക്കണം. ഇനി മോളത് പാട്, എന്നെ ഒന്ന് പാടി പേടിപ്പിക്കും. മഴവിൽ കോടിയാലെ പാവാട പൊന്നായ പൊന്നു കൊണ്ടുമൂടാ. അതൊരു വല്ലാത്ത റൂട്ടാണല്ലോ. ധീരരീരരി എല്ലാം അങ്ങോട്ടാ വരുന്നല്ലേ. ഒന്ന് പാടിക്കേ. പൊന്നായ പൊന്നു കൊണ്ടുമൂടാ. എല്ലാം ശോഷിച്ചു വെച്ച് ഒന്നുകൂടെ നിൽക്കുക. കൃത്യമായിട്ട് പാടാമോ? കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യും. പൊന്നായ പൊന്നു കൊണ്ടുമൂടാ. ഓക്കെ എന്നാൽ അതൊരു ഓക്കെ. അത് ഇച്ചിരി മുഴച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. എങ്കിലും മോളത് ട്രൈ ചെയ്തല്ലോ. അപ്പോൾ അത് റിയലി അപ്രീഷിയേറ്റ് മോളെ. അടുത്തത് പൊന്നായ പൊന്നു കൊണ്ട് മൂടാ മഴവിൽ കോടി. അതാണ് മോൾ ഇംപ്രവൈസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് ആ ഒരു ക്യാരക്ടർ എപ്പോഴും മനസ്സിൽ വെച്ചോണം. അതിൻ്റെ ഒരു സംഭവം കേട്ടോ. പഠിക്കാം. അടുത്തും കൂടെ പാടിക്കും. പൊന്നായ പൊന്നു കൊണ്ട് മൂടി മൂടി ഓമനിക്കാം. ഇപ്പം ആ ഓമനിക്കാന്നുള്ള സംഗതിയുടെ കണക്ട് ചെയ്ത് വരുന്നത് അതേ സംഗതി ഇട്ടാണ് കണക്ട് ചെയ്യുന്നത് അല്ലേ? ആണോ? ഒന്ന് പാടിക്കോ ഒന്നും കൂടെ. പൊന്നായ ഞാൻ തന്നെ പാടുന്നിപ്പോ. അത് പൊന്നായ പൊന്നു കൊണ്ട് മൂടി മൂടിയോ ഓമനിക്കാം. മക്കളെ, ഒരു കൊച്ചിനെ താരാട്ട് പാടി ഉറക്കുന്നതാണ് കേട്ടോ. കൊച്ചു ഞെട്ടി അമ്മ എന്ന് പറഞ്ഞ് കരയും. ഇങ്ങനെ പാടിയാല് കരം നല്ലതാണ് കേട്ടോ. അത് ആ സംഗതി വെച്ച് നല്ലതാണ് മോളെ. അത് കണക്ട് ചെയ്തേക്കുന്നതൊക്കെ എനിക്കിഷ്ടമായി. ഒരു പക്ഷെ നമ്മൾ ഈ പാട്ടിൻ്റെ സ്വഭാവം എന്താണ്? ഒരു താരാട്ടാണ്. വളരെ സിമ്പിളായിട്ട് അതിനകത്ത് അധികം വലിയ ഒരു വിധത്തിലുള്ള ഓർണമെൻറ്റേഷൻസും ഇല്ല ഈ പാട്ടിൽ. സത്യം പറഞ്ഞാൽ ഹാർഡാണ്. എന്തോന്ന് എൻ്റെ മനസ്സോ പിന്നാരി കൊച്ചേ. അല്ല പിന്നെ പാട്ട് അങ്ങനെയൊന്നും ഹാർഡല്ല മോളെ. ഇത് സിമ്പിളായിട്ടുള്ള പാട്ടല്ലേ. അതിനകത്ത് വലിയ സർക്കസ് ഒന്നും ഇല്ലല്ലോ. മഴവിൽ കോടിയാലെ പാവാടയേ കീടാ ദിനീനീനീനീനീന നീനനാന പാൽക്കനവിൽ നീരാടാ കരയാതെ കണ്ണുറങ്ങ്. സിമ്പിൾ പാട്ട്. അത് വലിയ ബലം പിടുത്തമൊന്നുമില്ല മോളെ. അപ്പം ഇത് ഇതിനകത്താണ് മോൾ ഇത്രയും സർക്കസ് കാണിച്ചേക്കുന്നത്. കൊച്ചു ഉറങ്ങണോ ഉണർന്നിരിക്കണോ? ഉറങ്ങിയാ മതി. അപ്പം പിന്നെ ഇങ്ങനെ പാടിയാൽ കൊച്ചു ഞെട്ടി ഉണരും. കാരണം നല്ല ടാലൻറ്റഡ് ആണ് നീ പാടുന്ന കേൾക്കുമ്പം ആ ജ്ഞാനം മനസ്സിലാവും മോളെ. അതൊരു സന്തോഷം എനിക്ക് സത്യം പറഞ്ഞു. അപ്പം പിന്നെ മോളെ ഇത് ആവശ്യമായിരുന്നു എന്നൊരു ചെറിയ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഷാനിക് സർ. ഓക്കെ ഷാനിക്ക. ഹരി പറയട്ടെ. ഓക്കെ ഹരി ചേട്ടാ. അമ്മയാ എന്തോ സാർ? ആദ്യം തന്നെ ഇത്രയും ധൈര്യത്തിന് ശോഭരാജിനെ പോലും ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും മോളെ ആ ഒരു എഫേർട്ട്, ലൈക്ക് കമ്പോസറിന്റെ മുമ്പിൽ തന്നെ അദ്ദേഹത്തിന്റെ ഒരു പാട്ട് പ്രസന്റ് ചെയ്യാന്ന് പറയുന്നൊരു ഇറ്റ്സ് എ ബിഗ് തിങ്. അപ്പം അതിന്
ആ ഒരു കോൺഫിഡൻസിന് ആദ്യം തന്നെ സല്യൂട്ട്. താങ്ക് യു സാർ. എന്ത് പാട്ടാ, അയ്യോ ഞാൻ സ്റ്റക്കായി. സത്യം. ഭയങ്കര എന്തൊരു പാട്ടാ, അയ്യോ അസാധ്യമായിട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. നന്നായിട്ട് പാടി മോളെ. ഈ പറഞ്ഞാൽ ഇംപ്രവൈസേഷൻസ് ഇതിൽ ഓൾറെഡി എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശരത്തേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ആ പാട്ടിൻ്റെ സംഗതി നമ്മൾ എന്താ പറയുക, മഴവിൽ ആ ഒരു ഇതില്ലേ, അത് ആ ഫ്രെയിമിൻ്റെ അകത്ത് തന്നെ നിന്ന് ഇംപ്രവൈസ് ചെയ്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എനിക്ക് അത് മാത്രമൊന്നുമില്ല, മൊത്തത്തിൽ ട്യൂൺ മാറ്റിക്കളഞ്ഞു. നമ്മളൊരിക്കലും ആ പാട്ടിൻ്റെ ട്യൂൺ മാറ്റാതെ അത് ഇംപ്രവൈസ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി രസമായിരുന്നു. കാരണം ഇത് ഭയങ്കര ഇതിൻ്റെ ഓർക്കസ്ട്രേഷൻ ആണെങ്കിലും പാടിയിരിക്കുന്നതാണെങ്കിലും ഒക്കെ അങ്ങനത്തെ ഒരു പാട്ടാണ്, വളരെ താരാട്ട് മൂഡിലുള്ളൊരു പാട്ടാണ്. മോളുടെ ഒരു പ്ലസ് എനിക്ക് തോന്നിയത്, മോള് സംഗതീസൊക്കെ ഭയങ്കര സ്മൂത്താണ്, ഒരു സംഗതിയായിട്ട് ഫീൽ ചെയ്യില്ല. അതൊരു വലിയൊരു പ്ലസ് പോയിൻ്റാണ് അമ്മയെ പാടുമ്പോൾ ഉള്ള. നമുക്ക് അങ്ങനെ എസ്പെഷ്യലി ഇങ്ങനത്തെ പാട്ടുകളൊക്കെ പാടുമ്പോൾ സംഗതിയൊന്നും അങ്ങനെ കേൾപ്പിക്കരുത് അധികം. സംഗതിയായിട്ട് ഫീൽ ചെയ്യാത്ത രീതിയിൽ ആൾക്കാർക്ക് അത് മനസ്സിലേക്ക് കയറണം. അപ്പോൾ അത് നന്നായിട്ട് തന്നെ പാടി. പിന്നെ ചില സംഗതീസിൻ്റെ സ്പീഡ് കുറച്ച് കുറയ്ക്കാം. എല്ലാം മോളൊരു ക്യുക്കായിട്ട് പാടുന്നുണ്ട്, ഇറ്റ്സ് ഗുഡ്. ഇപ്പം തരാരേ കണ്ണുറങ്ങ് താരേരെ 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 താരേരെ, ചില സ്ഥലത്തൊക്കെ ഒന്ന്, കാരണം ചിലപ്പം ഇംപ്രവൈസേഷൻ ഇല്ലാത്തൊന്ന് പാടാവോ? മഴവിൽ കൂടിയാലെ പാവാടയേകിടാം പൊന്നായ പൊന്നു കൊണ്ടു മൂടാം. മഴവിൽ കൂടിയാലെ പാവാടയേകിടാം പൊന്നായ പൊന്നു കൊണ്ടു മൂടി മൂടിയോ മനിക്കാം. ഈ പാട്ടിൽ എന്ത് ഇംപ്രവൈസ് ചെയ്യാൻ, ഒന്നും ഇംപ്രവൈസ് ചെയ്യാനില്ല ഇതിൽ എന്താ പറയുക, ഇത് ഓൾറെഡി എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഇംപ്രവൈസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പണിയാ. അങ്ങനത്തെ ഒരു പാട്ട് കൂടിയാണ്. നന്നായിട്ട് തന്നെ പാടി മോളെ, ഒരു ഇമ്പ്രൂവ്മെന്റ് ഞാൻ കാണുന്നുണ്ട്. ഞാൻ കുറച്ച് നാളായില്ലേ കേട്ടിട്ട് അമ്മയുടെ സിംഗിങ്. അപ്പം അമ്മയെ ഗോൾഡൻ മൈക്ക് അടിച്ചു. ഉറപ്പായും അത് ഞാൻ അമ്മയ്ക്ക് ആ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് സിംഗിങ്ങിൽ പഴയതിനേക്കാളും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക അമയ എന്താ സാർ? നന്നായിട്ട് പാടി മോളെ. താങ്ക് യു സാർ. അമയ ഇവിടെ ഇപ്പൊ ചെയ്തത് ഒരു ചില്ലറ കാര്യമല്ല. ഒന്ന്, ഈ മനുഷ്യന്റെ പാട്ട് അത് ഇംപ്രവൈസ് ചെയ്തിട്ട് ഇങ്ങേരുടെ മുമ്പ് തന്നെ പാടുക. മോൾക്ക് സിംഹത്തിന്റെ ഹൃദയമാണ്. മോളുടെ വോയിസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. താങ്ക് യു സാർ. പിന്നെ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ കമ്പോസർ തന്നെ പറഞ്ഞു, പിന്നെ ഹരിയും പറഞ്ഞു. എനിക്ക് ആകെ ഫീൽ ചെയ്ത ഒരു കാര്യം, ഒന്ന് മോളുടെ സംഗതികൾ വരുമ്പോഴത് നേരത്തെ ഹരി പറഞ്ഞല്ലോ, അത് സംഗതികളായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. അത് നല്ല സ്മൂത്തായിട്ട് വരുന്നുണ്ട്, എഫേർട്ട്ലെസ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ കുറച്ച് ഈ പറയുന്ന പോലെ സംഗതികളുടെ സ്പീഡ് നമ്മളൊന്ന് കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ മെയിൻ സംഭവം ഇംപ്രവൈസ് ചെയ്യുമ്പോൾ പാട്ടിൻ്റെ സ്വഭാവം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അൾട്ടിമേറ്റ്ലി നമ്മൾ എങ്ങനെ നോക്കിയാലും മോളുടെ ഇംപ്രവൈസേഷൻസ് എത്ര കോംപ്ലിക്കേറ്റഡ് സംഭവം കൊണ്ടുവന്നു കഴിഞ്ഞാലും അൾട്ടിമേറ്റ്ലി നമ്മൾ നോക്കുമ്പം ഇത് താരാട്ട് പാട്ടാണ്. അപ്പോൾ താരാട്ട് പാട്ടിൽ ഇങ്ങനെ ഉള്ള വേരിയേഷൻസ് വരുമ്പോൾ അത് പെട്ടെന്ന് നമ്മളങ്ങ് ഇതായി പോകും. വേറെ എല്ലാം ഇത് തന്നെ. പിന്നെ പാൽക്കനവിൽ നീരാടാം എല്ലാം അവർ പാടിച്ചു. അത്രേ ഉള്ളൂ മോളെ, നന്നായിട്ട് തന്നെ പാടി കേട്ടോ. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ഓക്കെ അമ്മയെക്കുട്ടാ മാർക്സ് ചോദിക്കാം. ശരത് സർ, യെസ് ബോസ്. ശരത് സാറിന്റെ ഈ പാട്ടിന്, ആ. അവൾ ഇംപ്രവൈസ് ചെയ്ത ഈ പാട്ടിന് ആ. എത്ര മാർക്ക് കൊടുക്കും? മാർക്കേ കൊടുക്കത്തില്ല. ഇല്ലേ? എന്നാ ശരിയാടാ ബൈ. പോയി കിടന്ന് ഉറങ്ങും. 8.5 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക 8.6. താങ്ക് യു സർ. കയറി വരികയാണല്ലോ. ഹരിച്ചേട്ടാ ഓക്കെ 7 ആയിരിക്കും. സോ ടോട്ടൽ 17.1.